വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മഞ്ഞ സാരി കൊണ്ടൊരു നീ ലെങ്ത് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്താണിയും യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെസ്റ്റിൻ്റെ അപ്പുറം പോർഷൻ വരെ ഈ ഒരു മുന്താണി ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ലൊരു അളവ് എടുക്കുക, എന്നിട്ട് ഷോൾഡർ പോയിൻറ്റും ആം ഹോളൊന്ന് മാർക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു കൈക്കുഴി വെട്ടുന്നതായിരിക്കും ഭയങ്കര ടഫ് എന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് എൽ ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോർണറിൽ നിന്നും 2 ഇഞ്ച് മാറിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കർവ് രൂപത്തിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി മുകളിലൊരു 4 ഇഞ്ച് വെട്ടിട്ട് താഴോട്ടേക്ക് ഞാൻ 8 ഇഞ്ചിനേക്കാളും കുറച്ചധികമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ പുറത്തു കൂടി ഒരു 4 ഇഞ്ചും വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിലൂടെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പ് വെക്കുക, താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് അധികമാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം ഒന്ന് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് ഈ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. ഒരുപാട് കുഴിച്ച് വെട്ടുന്നില്ല, കാരണം സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം പുറത്തേക്ക് നല്ലോണം വിസിബിൾ ആവും. അതുപോലെ അല്ലാതെ ജസ്റ്റ് കുറച്ചൊന്ന് ഇതുപോലെ ഒരു 4 ഇഞ്ച് വിട്ടിട്ടൊന്ന് കുഴിച്ച് വെട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസാണ് അളവിനായിട്ട് വെക്കേണ്ടത്. പിന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ 2 പീസാക്കി മടക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലോട്ട് തന്നെയാണ് മടക്കി വെച്ചേക്കുന്നത് ഇതിൽ. എന്നിട്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴോട്ടേക്ക് നമുക്ക് കുറച്ചധികം വിടത്തിൽ വേണം വരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടൈറ്റായി നിൽക്കും അടിയിലത്തെ ലൈനിങ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലൂടെ മടക്കിയിട്ട് താഴോട്ടേക്ക് അല്പം വിടത്തിൽ വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ നിന്നും സൈഡിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കയറ്റിയിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ 2 സൈഡും തൂങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്നും സൈഡിലോട്ടേക്ക് വരച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ചെരിച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ലൈനിങ്ങിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിലത്തെ പീസ് ഒരു പീസിൻ്റെ കൂടി വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ കൂടെ ഇതുപോലെ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. അതിന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ ഞാൻ കൈക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് 2 പീസ് വേണം കേട്ടോ നമുക്ക്. ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്കി വരുന്ന സാരിയുടെ ബോർഡർ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കിട്ടില്ല, അതായത് നീ ലെങ്ത്ത് വരെ കിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ തിരിച്ചാണ് സാരി എടുത്തേക്കുന്നത്. അത് ഒരു 3 പീസാക്കിയിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ 3, 6, 3, 6 ഇഞ്ച് ഈ ഒരു രീതിക്ക് എടുക്കുക. അതായത് അനാർക്കലി ടൈപ്പൊക്കെ ഇല്ലേ, ആ ഒരു രീതിക്കാണ് അടിക്കുന്നത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ 3, 6 എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ 2.5 ഇഞ്ച് എടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ 3, 6 എന്നുള്ള രീതിക്ക് എടുക്കുക.
അപ്പോൾ ഒരു സൈഡിൽ 3 ആവുമ്പോൾ അപ്പുറത്തെ സൈഡിൽ 6 ആവും വരിക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്താൽ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് കഴുത്തൊന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും 2 സൈഡിലോട്ട് 3.5 ഇഞ്ച് മാറിയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. താഴോട്ടേക്ക് ഉള്ള ഇറക്കവും 3.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇതുപോലൊന്ന് സ്ക്വയർ ടൈപ്പിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിലൊന്ന് മാർക്ക് ഇടുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഒരു സൈഡ് മാത്രം വരച്ചാൽ മതിയാവും. മറ്റേ സൈഡിലേക്ക് നമുക്കിത് സെൻറ്ററിലൂടെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മാർക്കിംഗ് തന്നെ അപ്പുറത്തെ സൈഡിലും വരും. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സെയിം അളവ് തന്നെയാണ് ബാക്കിലത്തെ പീസിനും കൊടുക്കുന്നത്. അതായത് 2 സൈഡിലോട്ട് 3.5, സെൻറ്റർ പോയിന്റിൽ നിന്നും 2 സൈഡിലോട്ട് 3.5, താഴോട്ടേക്ക് 3.5 ഇഞ്ച് തന്നെ. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ടിലത്തെ പീസ് നല്ല ഭാഗം മുകളിലോട്ടാക്കി വെക്കുക. അതിൻ്റെ ലൈനിങ് ഇതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം കഴുത്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെട്ടിട്ട് കൊടുത്തിട്ട് തിരിച്ച് പതിച്ചടിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. ബാക്ക് കഴുത്തും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. പക്ഷേ പതിച്ചടിക്കുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാക്ക് കഴുത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് ഷോൾഡറിൽ ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ ബാക്ക് പീസിൻ്റെ കൂടെ ഇതുപോലെ ഫ്രണ്ടിലത്തെ പീസ് വെച്ചിട്ട് ആദ്യം ഞാൻ ലൈനിങ് കൂട്ടുന്നില്ല. ലൈനിങ് കൂട്ടാതെ തന്നെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിലത്തെ പീസിൻ്റെ ലൈനിങ് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. തുറന്ന് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഫ്രണ്ടിലത്തെ പീസ് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാക്കിലത്തെ പീസിൻ്റെ ലൈനിങ് ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കഴുത്ത് പതിച്ചടിക്കുക. ഇനി ഞാൻ ഓരോ പീസും ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകളിലൊരു 1/4 ഇഞ്ചിലും അധികം കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ചധികം വണ്ണം ഉള്ളത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ മുകളിൽ കുറച്ച് 1/4 ഇഞ്ചിനും അധികമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. താഴോട്ടേക്ക് അധികം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കുറച്ച് തമ്പത്ത് കൂടെ ആയിട്ട് തന്നെയാണ്, അറ്റത്തുകൂടെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് അടിയിലോട്ട് കുറച്ച് ഫ്ലെയർ വേണമല്ലോ. അപ്പോൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് അടിച്ചെടുക്കേണ്ടത്. കൈക്ക് നമ്മൾ ഒരു പീസ് വെട്ടി വെച്ചിരുന്നു. ആ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് പതിച്ചടിക്കാം. അതിനുശേഷം നമുക്ക് താഴോട്ടേക്ക് ജോയിൻ്റ് ചെയ്ത് വെച്ച ഈ ഒരു പീസ് നമുക്ക് ചെസ്റ്റിൻ്റെ പ്രൊപ്പോർഷനിൽ നിന്നും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം.
അത് നിങ്ങളുടെ അളവ് നോക്കുക കേട്ടോ. ഞാൻ എൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 7.5 ഇഞ്ചായിരുന്നു. 7.5 ഇഞ്ചിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെ നിന്നാണോ ഈ ഒരു പ്ലീറ്റ്സ് വേണ്ടത് അവിടെ വരെ ഒന്ന് ഷോൾഡറിന് താഴോട്ടേക്കൊന്ന് അളന്ന് നോക്കുക. ആ ഒരു അളവിൽ വെച്ചിട്ട് ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 7.5 ഇഞ്ചിലാണ് ഇത് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിക്കണം. സൈഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴോളം ലൈനിങ്ങും മുകളിലത്തെ നല്ല ഭാഗവും നല്ല പീസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിലത്തെ ലൈനിങ് ടൈറ്റായി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഒരു സ്ലിറ്റിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു 21 അല്ലെങ്കിൽ 20 ഇഞ്ച് അതുവരെയും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ താഴോട്ടേക്ക് ലൈനിങ് മാത്രം വലിച്ച് പുറത്തോട്ടാക്കി പിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ഭാഗം ഇതുപോലെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ലൈനിങ് ഒന്ന് കൂട്ടിയടിക്കുക, അടിഭാഗം അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് എന്നുള്ള അതിനനുസരിച്ചാണ് കേട്ടോ. മുകളിലത്തെ പീസിൻ്റെ ലെങ്ത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്തേക്കുന്നത് 48 ഇഞ്ചായിരുന്നു. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ആ ലെങ്ത്തിലാണ് നിങ്ങൾ സാരി മടക്കിയിട്ട്, അതായത് 3 പീസാക്കി മടക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു അളവിലാണ് കേട്ടോ ഈ ഒരു സാരി പീസാക്കി മടക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്.